വെൽക്കം ടു ലെജൻസ്. നമ്മുടെ പുതിയ ജേർണി വീഡിയോ ആണ് സ്റ്റാർട്ട്. നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ. ഇത് ശരിക്കും പ്യുവർ ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് ആ ഒരു മോഡാലിന്റെ അതേ ലുക്ക് തന്നെ തോന്നിക്കുന്നില്ലേ? അത്രയും ക്ലാരിറ്റിയുള്ള പ്രിന്റിങ്ങും നല്ല ലെങ്ത്തും ആ ബോർഡർ പോർഷനും ഒക്കെ ശരിക്കും മോഡാലിന്റെ അതേ രീതി തന്നെയാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ റീസണബിൾ ആണ്. ഇത് പ്യുവർ കോട്ടൺ ഫാബ്രിക് ആണ്, ജയ്പൂർ കോട്ടണിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഇൻഡിഗോ മിക്സ് ആയിട്ട് തന്നെ ചെയ്തേക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ ഫസ്റ്റ് തന്നെ ഡ്രൈ വാഷ് ചെയ്തിട്ട് മാത്രമേ, ഇപ്പം പറ്റുന്നവരൊക്കെ ഡ്രൈ വാഷ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഡ്രൈ വാഷ് ചെയ്യുന്ന കേട്ടോ നല്ലത്. നമുക്ക് നോർമൽ വാഷ് ചെയ്യാൻ പാടില്ല. ആഫ്റ്റർ ഡ്രൈ വാഷ് നമുക്ക് വേണമെങ്കിൽ നോർമൽ വാഷ് ചെയ്യാം, ജസ്റ്റ് ഷാമ്പു വാഷ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഫസ്റ്റ് ഉറപ്പായിട്ടും ഡ്രൈ വാഷ് ചെയ്തിരിക്കണം, കാരണം അത്യാവശ്യം കൂടിയ ഐറ്റമാണിത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ലുക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അജ്രക്കിൽ തന്നെ നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ്. ഞാൻ പറഞ്ഞില്ല, ശരിക്കും മോഡാല് പോലെ തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് M750, റേറ്റ് 1590 1590. ഇതിൻ്റെ തന്നെ കളർ ചേഞ്ച് ആട്ടോ. അപ്പോൾ ഈ സെയിം ഡിസൈനിൽ 2 ഷെയ്ഡ്സാണ് വന്നേക്കുന്നത്. ഇത് നല്ലൊരു ബ്രിക്ക് മിക്സ് ആയിട്ടുള്ളൊരു മെറൂൺ ഷെയ്ഡ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ ബ്ലൂ ആണ് കൊടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം സെയിം ആട്ടോ. ബോർഡറൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞില്ലേ, മോഡാല് പോലെ ഏകദേശം ലുക്കാണ്. ആ ഒരു ടൈപ്പ് രീതിയിലാണ് കൊടുത്തേക്കുന്നത്. ടോപ്പിന് ദുപ്പട്ടയ്ക്കൊക്കെ നല്ല ലെങ്ത് ആണ്. ടോപ്പിന് ഏകദേശം ഒരു 50 എബോവ് ലെങ്ത് ഉണ്ട്. ദുപ്പട്ടയാണെന്നും 2.5 എബോവ് ഉണ്ട്. നമുക്ക് നല്ല വീതി നീളം ഒക്കെ ഉള്ള മെറ്റീരിയലാണ്. പ്യുവർ കോട്ടൺ ആട്ടോ, നല്ല കോട്ടൺ മെറ്റീരിയൽ. അപ്പോൾ ആ ഒരു റേറ്റ് കൊടുക്കുന്നതിൻ്റെതായ ഒരു ക്വാളിറ്റിയും ആ ഒരു ലുക്കും ഒക്കെ അതിന് കിട്ടും. ഫസ്റ്റ് ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് M752, റേറ്റ് 1590 1590. 3 ഐറ്റം ആട്ടോ ഇത് വന്നേക്കുന്നത്. അപ്പം ആദ്യത്തെ 2 എണ്ണം ഡിസൈൻ സെയിം ആയിരുന്നു. അപ്പോൾ അടുത്ത് വരുന്നത് ഡിസൈൻ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നല്ല രസമുള്ള ബോർഡർ ആട്ടോ ഇതിനും കൊടുത്തേക്കുന്നത്. ഒരു ബ്രിക്ക് കൂടിയിട്ടുള്ള ഷെയ്ഡ്, ആ സെയിം തന്നെ ആ ഒരു കോമ്പിനേഷനാണ് ബോട്ടം വരുന്നത്. ബാക്കി ഫുള്ള് നമുക്ക് ഏകദേശം ഒരു ഡാർക്ക് ബ്ലൂ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ബ്ലാക്ക് കൂട്ടുള്ള ഷെയ്ഡാണ്, ബ്ലൂവും ബ്ലാക്കും കൂടെ ചേർന്നിട്ടുള്ള ഷെയ്ഡ്. ഇതെല്ലാം നല്ല ഹാൻഡ് ബ്ലോക്സ് ആണ്, ഒറിജിനൽ ആയിട്ടുള്ള ആ ഒരു ജയ്പൂർ ഐറ്റംസ് ആട്ടോ. അപ്പോൾ അതാണ് ആ ഒരു റേറ്റ് വന്നേക്കുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു ലുക്കിൻ്റെതായി എനിക്ക് തോന്നുന്നു ഒത്തിരി റേറ്റ് എന്ന് പറയാനില്ല. ശരിക്കും നമ്മൾ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഒരു എന്തായാലും 2000 3000 എബോ റേറ്റ് പറയും. കാരണം ഞാൻ പറഞ്ഞ പോലെ മൊഡാൽ ലുക്ക് കിട്ടുന്നതുകൊണ്ടാണ്. ശരിക്കും പ്യുവർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത്. മൊഡാലിൻ്റെ അതേ പ്രിൻറ്റും കാര്യങ്ങളും കേട്ടോ. ഹാൻഡ് ബ്ലോക്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഫുൾ വ്യൂവിൽ ഇത് ഇങ്ങനെ വരും കേട്ടോ. പ്രിൻറ്റ് കണ്ടല്ലോ, ഇതുപോലെയാണ് പ്രിൻറ്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് M749, റേറ്റ് സെയിം ആട്ടോ, 1590 1590.